ശ്രീഗുരു ഭാഗവതം രാജയോഗം 7-ാം ദിവസം. ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശരദാ ശരദാംഭോജ വദനാ വദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമഃ. ശാന്തനായി സദാചാരശീലനായ ആധ്യാത്മിക ചിന്തയിൽ വാണിടുമാ യൗവനത്തിടമ്പിനെ ബന്ധുക്കൾ വിവാഹം ചെയ്തിടുവാൻ നിർബന്ധിച്ചുവെങ്കിലും യുവാവതിൽ താൽപ്പര്യം കാണിച്ചില്ല. എന്നല്ല ആത്മീയമാമഹസിൽ മുഴുകുവാൻ എന്തിനേക്കാളുമേറെ ആശിച്ചു യുവധീരൻ. അസ്ഥിരമായ ലോകജീവിതം ക്ഷണികമെന്നെത്രയും നന്നായറിഞ്ഞുണർന്ന സനാതനൻ സത്യമായതിൽ കാംക്ഷ വർദ്ധിക്കയാലേ സത്യദർശനം നേടാൻ സർവബന്ധവും ഉപേക്ഷിച്ചു. വീടുവിട്ടനന്തരം നാട്ടിലേകാകിയായിട്ടവധൂതനായി നടന്നിടിനാൻ നാരായണൻ. ഒന്നിലുമൊരു കാംക്ഷയില്ലാതെ പരബ്രഹ്മചിന്മയ സ്വരൂപത്തെ ധ്യാനിച്ചു നിരന്തരം. വേനലും മഞ്ഞും കൊടും തണുപ്പുമെല്ലാം സമഭാവനയോട് സഹിച്ചേകാന്ത സമബുദ്ധ്യാ സച്ചിദാനന്ദ സ്വരൂപത്തെയും ധ്യാനിച്ചു സന്യാസിയായി സഞ്ചാരം ചെയ്തിടിനാൻ സനാതനൻ. നാനാദേശങ്ങൾ നഗരങ്ങളും ഗ്രാമങ്ങളും കാനനദേശങ്ങളും നദികൾ ശൈലങ്ങളും സൈകതങ്ങളും ജനസഞ്ചയങ്ങളും പരമാനന്ദമോട് ദർശിച്ചിടിനാൽ ക്ഷേത്രങ്ങളും. ജാതിഭേദവും മതദ്വേഷവും വർദ്ധിച്ചനാചാര കർമ്മങ്ങളാലെ ജനങ്ങൾ വാഴുന്നതും സാധുക്കളായ ജനം കഷ്ടപ്പാടുകളാലെ വ്യാധിതരായി കഴിയുന്നതും കണ്ടുനാഥൻ. ഇത്തരം അനാചാരവൃത്തികൾ മാറ്റി ധർമ്മസുസ്ഥിതി വരുത്തുവാനാശിച്ചു ദയാപരൻ. രാജയോഗിയാം തൈക്കാട്ടയ്യാവിൽ നിന്നു രാജയോഗ വിദ്യയും പരിശീലിച്ചു വാഴും കാലം വിദ്യാധിരാജനായ ചട്ടമ്പി സ്വാമികളെ ഇഷ്ടതോഴനായി ലഭിച്ചിടിനാൽ ഭാഗ്യവശാൽ ഉത്കൃഷ്ടാശയന്മാരാം മാമുനീന്ദ്രന്മാർ തപോനിഷ്ഠരായ ആത്മജ്ഞാന തൽപരന്മാരായി വാണാർ. ലൗകിക സുഖഭോഗമൊക്കെയും വെടിഞ്ഞ ലൗകികമാം സത്യസാക്ഷാത്കാര തൽപരനായി രാജയോഗാഭ്യാസവും ചെയ്തു വാണാനന്തരം രാജീവ വിലോചനായ ശ്രീനാരായണൻ
സച്ചരിത്രങ്ങളേവം ശ്രവിച്ചു പിതാവിനോടുൾക്കുതുകേന ചോദിച്ചിടിനാനാത്മജനും വിസ്തരിച്ചരുൾ ചെയ്യുക വേണമേ രാജയോഗം എത്രയും പ്രധാനമായുള്ളൊരാ യോഗമാർഗം എന്നതു കേട്ടു ധർമ്മരാജനുമരുൾ ചെയ്തു നന്നായി രാജയോഗ വിദ്യയെ വഴി പോലെ ചിത്തവൃത്തിയെ നിരോധിച്ചു മാനസമാത്മസത്തയിൽ യോജിപ്പിക്കയാകുന്ന യോഗവിദ്യായോഗമാർഗങ്ങൾ പലതുണ്ടവയെല്ലാറ്റിലും യോഗ്യമായുള്ളതത്രേ അഷ്ടാംഗരാജയോഗം. അഷ്ടാംഗമായ രാജയോഗത്തിനംഗങ്ങളെട്ടുള്ളതിലാദ്യത്തേതു യമവും നിയമവും ആസനം പ്രാണായാമം പ്രത്യാഹാരവും പിന്നെ ധാരണധ്യാനം സമാധിവയാകുന്നു കേൾ. അഹിംസ സത്യം മോഷ്ടിക്കായ്കയും ബ്രഹ്മചര്യം അപരിഗ്രഹം ഇവ യമമെന്നതുപോലെ ശുചിത്വം സന്തോഷവും ജപവും വേദാധ്യായം തപസ്സും ഈശ്വരങ്കൽ ആത്മാവിൻ സമർപ്പണം നിയമമാകുന്നു. പിന്നാസനം നിവർന്നു തൻ നാസികാഗ്രത്തിൽ ദൃഷ്ടിയുറപ്പിച്ചിരിപ്പതും മൂലാധാരത്തിൽ നിന്നും ശക്തിയെ ഉണർത്തിയാറാധാരങ്ങളെ മെല്ലെ ഭേദിച്ചു സമമായി സഹസ്രാധാര പത്മത്തലത്തിലെത്തിച്ച മൃദാനന്ദം നൽകും പ്രാണായാമവുമെന്നറിക. അതിനാൽ യോഗിക്കമൃതാനന്ദം പ്രാപ്തമായിട്ടഖില സിദ്ധികളുമെത്തുന്നു സായുജ്യവും. നാഡീശുദ്ധിയെ വരുത്തിയിടണമാദ്യമായി പ്രാണായാമത്തെ ചെയ്യും യോഗിയെന്നറിഞ്ഞാലും വലത്തെ നാസാദ്വാരം വിരൽ കൊണ്ടടച്ചന്യദ്വാരത്തിലൂടെ വായു അകത്തേക്കെടുക്കണം. ഇടത്തെ നാസാദ്വാരമുടനെ അടച്ചന്യദ്വാരത്തിലൂടെ വായു പുറത്തു വിട്ടിടണം. പിന്നീടു വലത്തേതിൽ കൂടി വായുവെ നിറച്ചിടത്തെ ദ്വാരത്തിലൂടയയ്ക്കു പുറത്തേക്കു നാലഞ്ചാവർത്തിയേവം ചെയ്യണമേകാഗ്രമായി നാഡീശുദ്ധിയെ വരുത്തിയിടുവാനാദ്യമായി 3 പ്രാവശ്യം വീതമെങ്കിലും ദിവസേന 3-4 മാസമീ അനുഷ്ഠാനത്തെ ചെയ്താൽ നാഡികൾ ശുദ്ധമായി വന്നിടുമനന്തരം പാടവമോടു മാത്രാക്രമത്തെ ശീലിക്കണം. നിമിഷം 4 കൊണ്ട് ശ്വാസമാവാഹിച്ചിട്ട് അകത്തു 16 നിമിഷം നിർത്തിയിടണം. പിന്നീടു വിട്ടിടണം നിമിഷം 8 കൊണ്ടീ മാത്രതൻ ക്രമം തെറ്റിച്ചിടരുതൊരിക്കലും. ശ്വാസോച്ഛ്വാസത്തോടൊപ്പം പ്രണവമന്ത്രത്തെയും മനസ്സുകൊണ്ടു ജപിച്ചിടണമെല്ലായ്പ്പോഴും. 6-7 മാസക്കാലമിങ്ങനെ പരിശീലിച്ചായതിൻ ശേഷം തുടങ്ങിയിടണം പ്രാണായാമം. വലത്തെ നാസാദ്വാരം തന്നെ തള്ള വിരലാലടച്ചിടത്തേതിലൂടെ മെല്ലവേ ശ്വാസം അകത്തേക്കെടുത്തതിൻ ശേഷമാദ്വാരം രണ്ടും അടച്ചിടുക വേണം കൈവിരലുകളാലെ. ആയതിൻ ശേഷം ശ്വാസധാരയെ കീഴ്പോട്ടയച്ചാഞ്ഞടിക്കുന്നതായി ഭാവിക്ക മൂലാധാരെ. വലത്തെ നാസാഗ്രത്തിലൂടെ പിന്നെയും ശ്വാസം പുറത്തേക്കയച്ചതിൻ ശേഷം തള്ളവിരൽ
കൊണ്ടിടം നാസാദോരമടച്ചു വലത്തേതിലൂടെ പിന്നെയും ശ്വാസം പതുക്കെ വലിക്കണം. പിന്നീട് മുന്നേ പോലെ രണ്ടു ദ്വാരങ്ങളെയും ബന്ധിച്ചു മേൽ ചൊല്ലിയ പോലതാവർത്തിക്കണം. എത്രയും ശ്രദ്ധയോടെ ചെയ്യണം പ്രാണായാമം. വ്യർത്ഥമായ ആപത്തു വന്നെത്തുമല്ല എന്നാകിൽ. മനസ്സിൻ ബഹിർഗമനങ്ങളെ നിയന്ത്രിച്ചു മനസ്സു തങ്കലാക്കിയിടുന്നതു പ്രത്യാഹാരം. മനസ്സു ചില സ്ഥാനങ്ങളിലായുറപ്പിച്ചു നിർത്തിയിടുന്നതാണത്രേ ധാരണയറിഞ്ഞാലും. ധാരണയിങ്കൽ മനസ്സങ്ങനെ ഏകാഗ്രമായി നിർത്തിയിടുന്നതു തന്നെ ധ്യാനമാകുന്നു. പിന്നെ ധ്യാനവസ്തുവിൻ്റെ സത്തയിലുള്ള ലയമാകുന്നു സമാധി എന്നുള്ളതുമറിഞ്ഞാലും. അഷ്ടാംഗയോഗ വിദ്യ അഭ്യസിക്കുമ്പോൾ യോഗി ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യങ്ങൾ ധരിച്ചാലും പരിപാവനമായ സ്ഥലത്തു വച്ചു വേണം പരിശീലിച്ചിടേണ്ടതെപ്പോഴും യോഗവിദ്യ. ആദ്യഘട്ടത്തിൽ നല്ല ഭക്ഷണം കഴിച്ചാരോഗ്യത്തെയും പരിപാലിച്ചിടണം അഭ്യാസവാൻ. അധികം പണി ചെയ്യുന്നവർക്കും പണിയൊന്നും അനുഷ്ഠിക്കാത്തവർക്കും ഉറങ്ങിയിടാത്തവർക്കും ബ്രഹ്മചര്യാവ്രതത്തെ പാലിച്ചിടാത്തവർക്കും നിർമ്മലമായ രാജയോഗമേയാവൽക്കരം. സംശയം, മടി, നിലയുറയ്ക്കായ്കയും രോഗം, വിഷയാസക്തി, വിപരീത ബുദ്ധി എന്നിവ യോഗവിഘ്നങ്ങളിവ ആദ്യഘട്ടത്തിൽ വരും. യോഗി ഈ വകയൊക്കെ തരണം ചെയ്തിടണം. സിദ്ധികൾ യോഗിക്കു സംസിദ്ധമായി വരുമതിൽ ബദ്ധനാവാതെ വീണ്ടും മുന്നോട്ടു ഗമിക്കുകിൽ നിർവിഷയമാം ജ്ഞാനം തന്നിൽ താൻ പ്രകാശിച്ചു ദിവ്യനായി തീരും. യോഗി സത്യദർശനം നേടി. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.